നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് മനോഹരമായ ഒരു വാഗ്ദത്ത വചനത്തെ നമ്മൾക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് കഴിയും. അതിനായി യൂദായുടെ ലേഖനം 24-ാം വാക്യം, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരെ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. നമ്മുടെ ജീവിതയാത്രയിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ വളരെയധികം വീഴ്ചയുടെ സാധ്യതകൾ ഉണ്ടെന്ന് നമ്മൾക്കറിയാം. വാസ്തവത്തിൽ നാം പലപ്പോഴും വീണുപോകാൻ സാധ്യതയുള്ള 3 പ്രധാന മേഖലകളുണ്ട്. ഒന്നാമതായി, ഒരു വിശ്വാസി എന്ന നിലയിൽ പാപത്തിന്റെ കെണിയിൽ നാം എളുപ്പത്തിൽ കുടുങ്ങിപ്പോകാം. കാരണം ലോകത്തിന്റെ മോഹങ്ങളോടും ജഡത്തിന്റെ ആഗ്രഹങ്ങളോടും പോരാടുമ്പോൾ നാം തളർന്നു വീഴാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമതായി, ചിലപ്പോഴുള്ള കഠിനമായ പരീക്ഷകൾ, പ്രതീക്ഷിക്കാതെ തിരിച്ചടികളോ നേരിടുമ്പോൾ വിശ്വാസത്തിന്റെ തളർച്ചയിൽ നാം നിരാശയിലേക്ക് വീണുപോയേക്കാം. കൂടാതെ മൂന്നാമതായി, നമ്മുടെ നാവ് കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ ഭിന്നതകൾ ഉണ്ടാവുമ്പോൾ ബന്ധത്തിലെ ഭിന്നതകളിൽ നാം വീണ് ആത്മീയമായി ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഈ വെല്ലുവിളികളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒന്നുണ്ട്. നമ്മൾ നമ്മുടെ കഴിവുകൊണ്ടല്ല സൂക്ഷിക്കപ്പെടുന്നത്. കർത്താവിന്റെ വചനം വ്യക്തമായി പറയുന്നു, നമ്മെ വീഴാതെ വണ്ണം സൂക്ഷിക്കുവാൻ ശക്തിയുള്ളവൻ ഉണ്ട്. അത് നമ്മുടെ കർത്താവായ യേശു കർത്താവാണ്. നമ്മുടെ കൈകളിൽ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചാൽ നാം തീർച്ചയായും വീണുപോകും. എന്നാൽ നാം നമ്മളെ കർത്താവിന്റെ ശക്തമായ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ അവൻ നമ്മെ വീഴാതെ താങ്ങി നിർത്തും. അവന്റെ ശക്തി നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരും. മാത്രമല്ല, കർത്താവിന്റെ ശക്തി നമ്മെ വെറുതെ സൂക്ഷിക്കുക മാത്രമല്ല, അവസാനം തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കൂടി അവൻ ശക്തനാണ്. ഇത് എത്ര വലിയ വാഗ്ദത്തമാണ്! ഈ പ്രഭാതത്തിൽ നമ്മുടെ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ നമ്മെ വീഴാതെ സൂക്ഷിക്കുവാൻ കഴിയുന്ന കർത്താവിന്റെ ശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവ് നിങ്ങളെ താങ്ങും, കർത്താവ് നിങ്ങളെ നടത്തും. ഈ വലിയ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച നല്ല വാഗ്ദത്തത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ വീഴാൻ സാധ്യതയുള്ള എല്ലാ പാപത്തിന്റെ കെണികളിൽ നിന്നും, വിശ്വാസത്തിന്റെ തളർച്ചയിൽ നിന്നും, ബന്ധങ്ങളിലെ ഭിന്നതകളിൽ നിന്നും ഞങ്ങളെ വീഴാതെ നിന്റെ ശക്തിയുള്ള കരങ്ങളിൽ സൂക്ഷിക്കണമേ. അവസാനം അവിടുത്തെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരെ ആനന്ദത്തോടെ നിൽപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഈ പ്രഭാതത്തിൽ ഈ ദൈവശബ്ദം കേട്ട ഓരോ മക്കളെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. അത്ഭുതമാവുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.